നമസ്കാരം. കഴിഞ്ഞ ജൂൺ 18-ാം തീയതിയാണ് ഖാലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജ്ജർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വല്ലാതെ കണ്ട് ഉലയുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിൽ വെച്ച് തന്നെ ഇന്ത്യക്കെതിരായ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നയതന്ത്ര തലത്തിൽ വല്ലാതെ കണ്ട് ബന്ധം വഷളാവുന്നു. ഇപ്പോഴും കാനഡയുമായി ഉള്ള ഒരു പഴയ സൗഹൃദത്തിലേക്ക് ഇന്ത്യ തിരികെ വന്നിട്ടുമില്ല. ഇതിനിടയിലാണ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൂട്ടാളിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസതിക്കും കാറിനുമൊക്കെ നേരെ അജ്ഞാതരുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. നിജാറിന്റെ സഹായിയായ സിമ്രൻജീത് സിംഗിന്റെ വസതിക്ക് നേരെയാണ് അജ്ഞാത സംഘം ഇന്ന് ആക്രമണം നടത്തിയത്. ഇദ്ദേഹത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ പോലും പുലർച്ചെ ഉണ്ടായ ഒരു അപ്രതീക്ഷിത ആക്രമണം ഇവർക്ക് വലിയ ആഘാതം സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും വീടിനും കാറിനും ഉൾപ്പെടെ ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. നിലവിൽ എന്തായാലും ഈ സംഭവത്തിന് ശേഷം കാനഡയിലെ ഖാലിസ്ഥാൻ വാദികൾ വീണ്ടും ഇന്ത്യക്കെതിരായ പരാമർശങ്ങൾ കൊണ്ട് കളം നിറയുകയാണ്. നമുക്കറിയാം, ജനുവരി 26-ാം തീയതി നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കവേ കാനഡയിൽ നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റിന് പുറത്ത്, വാൻകൂവറിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന് പുറത്ത് ഒരു പ്രതിഷേധ സമരം തന്നെ ഖാലിസ്ഥാൻ വാദികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെയും കുടപിടിച്ച് മുന്നിലുണ്ടായിരുന്നത് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൂട്ടാളിയായ സിമ്രൻജീത് സിംഗ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്ന് അവരുടെ ഗ്രൂപ്പിലുള്ള ചില നേതാക്കൾ തന്നെ, അതായത് ഇന്ത്യ തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലും എന്ന നിലയ്ക്കുള്ള ചില വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ വന്ന ഒരു വാർത്തയാണ് വരും ദിവസങ്ങളിൽ ഖാലിസ്ഥാൻ വാദികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കാനഡയിൽ അരങ്ങേറുമെന്നത്. എന്തായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. തീർച്ചയായും പുതിയ വിവാദങ്ങൾ, വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും നാളുകളിൽ തന്നെ തലസ്ഥാനത്ത് ഒരു പഴയ കർഷക സമരം കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അന്ന് കർഷക സമരത്തിന്റെ പേരിൽ അവിടെ കർഷകർക്കൊപ്പം കടന്നുകൂടിയ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതിനു പിന്നിൽ ബബ്ബർ ഖൽസ അല്ലെങ്കിൽ സിഖ് ഫോർ ജസ്റ്റിസ് തുടങ്ങിയ സംഘടനകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു, ഫണ്ട് ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കർഷക സമരത്തിന്റെ ഒരു വിശുദ്ധി പിന്നീട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടതും. പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നും ഇത് വലിയ രീതിയിൽ വിമർശനത്തിന് ഇടവരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. രാജ്യസുരക്ഷയെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് തിരികെ കൊടുക്കേണ്ട ഒരു പ്രതിഫലം വളരെ വലുതായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ സമയത്ത് തലസ്ഥാനത്തുണ്ടായ ചില സംഭവങ്ങൾ ഒരു ഭീതി പരത്തുക എന്ന തലത്തിൽ തന്നെയായിരുന്നു അവർ പ്രവർത്തിച്ചു പോകുന്നത്. ടയറുകൾ കത്തിക്കുക അല്ലെങ്കിൽ വഴിയിലുടനീളം കൂട്ടമായി തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു നയം എന്തുകൊണ്ട് ഈ ഖാലിസ്ഥാൻ വാദികൾ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും ദില്ലി വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുമായി പ്രചരണ പരിപാടികളുടെ ഒരു തിരക്കിലായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ചെറു പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത രാജ്യ തലസ്ഥാനത്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം നേതാക്കളെയും ദില്ലിയിൽ തന്നെ തളച്ചു കെട്ടാൻ സാധിക്കും. അങ്ങനെ ഒരു ചെറിയ സമ്മർദ്ദം ഭരണകൂടത്തിന് നൽകുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഒക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കാനഡയിൽ ഖാലിസ്ഥാൻ വാദികളുടെ ഭാഗത്തു നിന്നും ഒരു പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി എന്നാണ് നമ്മുടെ രാജ്യത്തും അത് അരങ്ങേറുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.